വളരെ പ്രധാനപ്പെട്ട നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ നമ്മളെങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പല ആളുകളും ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. ചില ആളുകൾ ഒരു ന്യൂ പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചിട്ട് അത് ടിക്ക് ഇടുന്ന രൂപത്തിൽ ചെയ്യും. ചില ആളുകൾ അത് ഗൂഗിൾ ഷീറ്റിലോ അല്ലെങ്കിൽ നോട്ട്സിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്യും മൊബൈലിൽ. ചില ആളുകൾ ഒന്നും എഴുതാതെ അപ്പോൾ തോന്നുന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കും. ഏറ്റവും നല്ലത് നമ്മൾ എഴുതി വെച്ച് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ മൊബൈലിലൊക്കെ എല്ലായിടത്തും ഉള്ള ഒരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വോയിസിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ മൊബൈലിൽ കലണ്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. കലണ്ടർ എന്ന് പറയുന്ന ഓപ്ഷന് ജസ്റ്റ് ഇങ്ങനെയാണ് വരിക. ഇല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കലണ്ടർ എന്നുള്ളത് ജസ്റ്റ് സേവ് ചെയ്ത് നോക്കിയാൽ, കലണ്ടർ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്ന സാധനം കിട്ടും. അതിൻ്റെ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കറണ്ട് മന്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കല്ല, ഓരോ മാസത്തും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇത് 3-ാം തീയതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഒരു എക്സാമ്പിൾ പറയാം. അടുത്ത ദിവസത്തേക്ക് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് വരുന്ന 5-ാം തീയതി, 6-ാം തീയതി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. ജൂലൈ 6-ന് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ 11-ാം തീയതി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ രാവിലെ ഇത്ര മണിക്ക് എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അത് ഓരോ ടൈം സെറ്റ് ചെയ്ത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, ഇപ്പോൾ 2 മണി മുതൽ 3 മണി വരെ എന്ത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ സേവ് ചെയ്ത് വെക്കാം. അടുത്തത് റെസ്റ്റ് ടൈം, ലഞ്ച് ടൈമാണ്. അപ്പോൾ 3 to 4 സ്ലീപ്പ് ടൈം ആണെങ്കിൽ അങ്ങനെ 4:30 മുതൽ എന്നുണ്ടെങ്കിൽ അത് നീക്കിയിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജൂലൈ 3-ാം തീയതി ഓരോ വർക്കും നമുക്കിങ്ങനെ കാണാം. അത് റിമൈൻഡറൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി വെക്കാൻ പറ്റും. എത്ര സമയം മുമ്പ് നമ്മൾ റിമൈൻഡർ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട പല കാര്യങ്ങളും മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് മറന്നു പോവാതെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.